അതെങ്ങനെ വാങ്ങിച്ചു? ഞാൻ അടി വാങ്ങണ്ട മോക്ഷി. എനിക്ക് സൈലന്റ് ആയിട്ട് എന്ത് ചെയ്യണം? കണ്ട ആ ക്വസ്റ്റ്യൻ കേൾക്കുന്നത് സർവജ്ഞല്ലേ? ಎರಡು ಮೂರು ಹಾಕಿದ 2 ಕ್ವಶನ್ എന്ത് ഗൈസ് കണ്ടേ? ഫ്രണ്ടിന്റെ അടുത്ത് വാങ്ങിച്ചിട്ട് വന്നത് ഗൈസ്. ഈസി ആയിരുന്നു. എവിടെ അത് സർവജ്ഞന്റെ? ബാക്ക് നോക്കിയല്ലേ? ഇത് അതേന്റെ ബുക്കാ? പാർട്ട് ബി ഇല്ല മോക്ഷി. ഇത് ഇവിടെ ಫಸ್ಟ್ ಕ್ವಶನ್ 2-3 ವಾಕ್ಯಗಳಲ್ಲಿ ಉತ್ತರ ಬರೆಯಿರಿ. ಸರ್ವಜ್ಞ ಅದು വേണ്ട, ಅದು ಅಂದರೆ ಒಂದೊಂದು ವಾಕ್ಯದಲ್ಲಿ ಉತ್ತರ ಬರೆಯಿರಿ എന്നല്ലേ. ഇത് 2-3 ವಾಕ್ಯಗಳಲ್ಲಿ ಉತ್ತರ ಬರೆಯಿರಲ್ಲ. ಇದು ಫಸ್ಟ್ ಒಂದು, ಸರ್ವಜ್ಞನು ವಿದ್ಯೆಯ ಪರ್ವತ ಆದದ್ದು ಹೇಗೆ? ಇದು നോക്കിയിട്ട് പിന്നെ നീ എന്തിനാ എക്സാം നീ നോക്കിയിട്ട് വായിച്ചിട്ട് ಅದಲ್ಲ ಏನು ಎದುನ್ನಲ್ಲ ಒಂದು ವಾಕ್ಯ ಅಲ್ಲ 2 ವಾಕ್ಯದಲ್ಲಿ ಇದೆ ಕ್ವಶನ್ ಅದೇದು ಫಸ್ಟ್ ಸರ್ವಜ್ಞನು ನೀಟಾയിട്ട് ಇದೆ ಗುಂಡು ಗುಂಡಾയിട്ട് എഴുതണം കാണുന്നവർക്ക് അടുത്തടുത്ത് ഇത് ഇത്ര ഗ്യാപ്പ് ഇവിടെ സെന്ററിൽ ഇത്ര ഗ്യാപ്പ് എന്ത് ഗ്യാപ്പ് ചോരെന്തെങ്കിലും ഇടാൻ അതിൻ്റെ ഉള്ളിൽ അടുത്തടുത്ത് നീട്ടായിട്ട് ചെയ്ത് ഗുണ്ടുഗുണ്ടായിട്ട് നിന്നെ പോലെ എഴുതണം. സർവജ്ഞനും നീ പഠിക്കുന്നേ മാക്സിമം പഠി. ഇവര് നമ്മളിങ്ങനെ ഒച്ച നിങ്ങൾക്ക് പഠിക്കാനോ കുഴപ്പമില്ല എന്നാ പഠി. പഠിക്കടാ. മോക്ഷ ഏതായിരുന്നേ ക്വസ്റ്റ്യൻ? എനിക്കൊന്നും ആയിപ്പോയി. എന്ത് അവിടെ ഇല്ലേ? ഇതാ ആദദ്ദു രണ്ടാമത്തെ ആദദ്ദു ದೂക്ക് ഒത്തക്ഷ കൊടുക്കും ദൂ ദാ ಹೇಗೆ ಯಾರೆಲ್ಲವ ಹಾ ಇಲ್ಲೇ അതിന്റെ ಹೇಗೆ ಕ್ವಶನ್ ಮಾರ್ಕ್ ಇಡು. ഇപ്പൊ ആൻസർ ഇട്. ഉത്തര എന്തേതു ഉത്തര ഒന്ന് വേണ്ട. ഊ ഏതു മതി അവിടെ ഊ പറഞ്ഞിട്ട് മതി. എന്തേതു വായിച്ചിട്ട് എഴുതണം. ಸರ್ವರೊಳಗೊಂದು ಜೋರಾಗಿ ಬರ. ಸರ್ವರೊಳಗೊಂದು ഒളಗೊಂದು നീട്ടായിട്ട് കുറച്ച് പ്രസ് ആക്കിയത് ഇത് കാണുന്നില്ല. മോക്ഷി കുറച്ച് ഗുണ്ടു ഗുണ്ടായിട്ട് എഴുതും മോക്ഷി. സർവറൊളಗೊಂದು അതന്നെ സർവറൊളಗೊಂದು ആയി നീട്ടായിട്ട് എഴുതി. അതെന്തിനാ ഈ നാളെ മേലെ പോകുന്നത് ഈ കോഴിക്കാല് പോലെ?
ഇങ്ങനെ കറക്റ്റ് ഒരു നാ ഇത് ഇങ്ങനെ ഇങ്ങനല്ല നാ ഇപ്പൊ ഈ താഴെ താഴെ പോവാല്ലേ നാ ನುಡಿಯನ್ನು ಒತ್ತಕ್ಷರ ಕೊಡ್ತಾ ನಾಂದು ತಾಯ ನುಡಿಯನ್ನು ಒತ್ತಿ പറഞ്ഞില്ലേ ನುಡಿಯನ್ನು ಸತ್ಯ ನುಡಿಯನ್ನು ಕಲಿತು ಕನ್ನಡ 2 ಕ್ವಶನ್ ಇದೆಯಾ ಮೋಕ್ಷಿ ಕನ್ನಡ 2 ಕ್ವಶನ್ ಇದೆಯಾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത് വായിക്കി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ಕುಲಗೋತ್ರಗಳ ನಡುವೆ ಭಿನ್ನತೆ ಕುಲಗೋತ್ರಗಳ ನಡುವೆ ಯಾಕೆ ಭಿನ್ನತೆ ಇರಬಾರದುನಾ എൻ്റെ ആൻസർ ಇದೆಯಾ എന്ത് ನಡೆಯುವ ಭೂಮಿ ಒಂದೇ ನಾವು ನಡೆಯುವ ಅಂತ കറണ്ട് പോയി ഇഞ്ഞൊരു ബൾബ് ഇട്ടിട്ടില്ല ഇംഗ്ലീഷ് ആയാ മാത്സ് നീ ആക്കോറാ ആയാ അപ്പൊ എല്ലാം എടുത്തു വെക്ക് അപ്പൊ ഇത് അപ്പൊ ഗൈസ് ഞങ്ങൾ അവിടെ ഉണ്ടായി ടേബിൾ മേലെ ഇരുന്ന് എഴുതിയതാണ് എത്തിയിട്ട് ബെഡ്റൂമിലേക്ക് എത്തി ഇനിയിപ്പോൾ അടുക്കള പോകുമെന്ന് അറിയില്ല ഞാൻ കുറച്ചുകൂടി എഴുതാനുണ്ട് എക്സാം അല്ലേ 19 മൂത്താൾക്ക് എക്സാം കഴിഞ്ഞു അവന് നെക്സ്റ്റ് ഉള്ള സ്പെഷ്യൽ ക്ലാസ് ആണ് നടന്നുകൊണ്ടുള്ളത് എന്ത് ബിസ്ക്കറ്റ് ഇത് ഇവന് പെൻസിൽ ഇട്ടുണ്ട് അപ്പോൾ എന്താകട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഒന്ന് ഞാൻ വെറുതെ അങ്ങനെ കുറച്ച് പഠിച്ചിട്ടുണ്ട് ഈവനിങ് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു അതിനെന്താ പേരെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ പഠിക്കുന്നത് ഇതൊക്കെ കുറച്ച് നേരം ഒരു 6 മണിക്ക് പഠിക്കാൻ തുടങ്ങി ഒരു 8-8:30 മണി വരെ പഠിക്കും പിന്നെ കുറേ പഠിക്കാനുണ്ടെങ്കിൽ 10 മണി വരെ 11 മണി വരെ ഇരുന്ന് പഠിക്കും പിന്നെ പഠിപ്പിഷ്ടമൊന്നുമല്ല 4th സ്റ്റാൻഡേർഡാണ് പഠിക്കുന്നത് അപ്പോൾ ഇതിനെ കുറച്ച് പഠിപ്പിക്കും മൂത്താളവനെ പഠിപ്പിക്കും അവനെ പഠിച്ചോളും എനിക്കറിയില്ല മാത്സ് ഒന്നും അറിയില്ല മറ്റേ 9th മാത്സ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ അത് അവൻ തന്നെ പഠിച്ചോളും ഇവനെ മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നു എൻ്റെ റെസ്പോൺസിബിലിറ്റി ഇവൻ മാത്രമാണ് അവൻ്റെ ഉണ്ട് പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ അവനിക്ക് മാത്സ് ഒന്നും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞൂടാ അതുകൊണ്ട് ഞാനത് ആ സൈഡ് പോകാറില്ല ചെക്കാക്കും എന്തൊക്കെ എഴുതിന് എന്തൊക്കെ ചെക്കാക്കും തലാട്ടാണ് അവന് അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വേറെ എന്തൊക്കെ കാണിക്കാൻ കുക്കിംഗ് അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു ക്യാമറ പിടിച്ചുകൊണ്ട് നടക്കാൻ ആളില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ പഠിപ്പിക്കണം അവിടെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം അതുകൊണ്ടാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എല്ലാവരും എൻജോയ് ചെയ്തോ ചെയ്തില്ലോ എനിക്കറിയില്ല എനിക്ക് എന്തറിയോ അത് ഞാൻ വീഡിയോ ആയിട്ട് എടുക്കുകയാണ് അതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ എന്തായാലും വ്യൂസ് ഓക്കെ കുഴപ്പമില്ല ഞാൻ ഇടുന്നത് ഇട്ടുകൊണ്ട് പോകും നിങ്ങൾക്ക് നോക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നോക്കിക്കോളൂ ഇല്ലെങ്കിൽ എന്ത് ഇപ്പം ഞാൻ നിങ്ങളെ കാല് പിടിക്കാനൊന്നും പറ്റില്ലല്ലോ നിങ്ങളിഷ്ടമല്ലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണേണ്ടതും കാണാത്തതും അത് നിങ്ങളിഷ്ടമാണ് കുഴപ്പമില്ല അതിനൊക്കെ ടൈം എടുക്കും നമുക്കൊരു ടൈം വരും നല്ല ടൈം അതുവരെ വെയിറ്റ് ആക്കാം അത്രേ ഉള്ളൂ വേറെ എന്ത് പറയാനാ അപ്പോൾ വീഡിയോ ഇനിയിപ്പോൾ വേറെ എന്ത് വീഡിയോ ആയിട്ട് വരുമെന്ന് അറിയില്ല നമ്മളിപ്പോൾ പ്ലാൻ ആക്കിയിട്ടൊന്നും ചെയ്യില്ലല്ലോ ഇപ്പം ഞാൻ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് ഇങ്ങനെ വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് അത്രേ ഉള്ളൂ അപ്പോൾ പറയട്ടെ രജുമ അവൻ എന്ത് പറയണമെന്ന് പറഞ്ഞു കുറേ നേരം പറയുന്നത് It's your Prajwal Harish signing out. ഇതാണോ